ലെ ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ മരണസംഖ്യ 569 ഉയർന്നിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഒന്നാകെ ഒരു സംഘർഷ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലവുമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ലെബനന്റെ പരമാധികാരത്തിന് മേലുള്ള ഇസ്രയേലിന്റെ കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറബ് രാജ്യങ്ങളും ചൈനയും പ്രതികരിച്ചു. അമേരിക്കയും റഷ്യയും ഫ്രാൻസും സംഘർഷത്തിന് അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മധു, പശ്ചിമേഷ്യയിൽ ഒന്നാകെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മരണസംഖ്യ കുത്തനെ ഉയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 569 എന്നുള്ള നിലയിലാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന മരണസംഖ്യ. എന്താണ് സാഹചര്യം? വിവിധ ലോകരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. UN ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ശക്തമാകുന്ന നിലയുണ്ട്. പുതിയ വിവരങ്ങൾ മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് റിജിത്ത് പറഞ്ഞതുപോലെ മരണസംഖ്യ ഉയരുകയാണ്. ഏതാണ്ട് 600ലേക്ക് അടുക്കുന്ന രീതിയിലേക്കാണ് ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. ലെബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണം ഇന്നലെയും ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. ഇദ്ദേഹം അബു മൂസ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ 2 ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. മൂസയുടെ കൊലപാതകം ലെബനൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ ജനതയ്ക്കോ അല്ലെങ്കിൽ ലോകത്തിനോ ഈ ലെബനൻ മറ്റൊരു ഗസയാകുന്നത് കണ്ടിരിക്കുവാൻ സാധിക്കില്ലെന്നാണ് ഇന്ന് ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറസ് ന്യൂയോർക്കിൽ പറഞ്ഞത്. അതേസമയം ഐക്യരാഷ്ട്ര സഭയിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസംഗമുണ്ടായിരുന്നു. ലെബനനിൽ സമാധാനത്തിന്റെ വഴികൾ തേടണമെന്നാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. സംഘർഷമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നയതന്ത്ര വാതിലുകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നാണ് ബൈഡൻ അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ ന്യൂയോർക്കിൽ ലെബനന്റെ വിദേശകാര്യമന്ത്രി അബ്ദുൾ ഹബീബ് ഉണ്ട്. അദ്ദേഹം ബൈഡന്റെ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. ശക്തമായ ഒരു ഭാഷയിലൊന്നുമല്ല ബൈഡൻ സംസാരിച്ചത്. ബൈഡന്റെ സംസാരത്തിൽ എന്തെങ്കിലും ഉറപ്പുകളുമില്ല. പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ലെബനനിലെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണെന്നാണ് അബ്ദുൾ ഹബീബ് പറയുന്നത്. സമാധാനത്തിനായിട്ട് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച ഒരു യോഗത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ദീർഘകാല പങ്കാളിയും അതുപോലെ അമേരിക്ക ഏറ്റവും കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകുന്നത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കായിരിക്കും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുവാൻ സാധിക്കുന്നത്. അതേസമയം ആയിരക്കണക്കിന് ജനങ്ങളാണ് റിജിത്ത് തെക്കൻ ലെബനനിൽ നിന്ന് ഇപ്പോഴും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യതയുമുണ്ട്. റിജിത്ത്. മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ മരണസംഖ്യ 569 ഉയർന്നിരിക്കുകയാണ്.